ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് മത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും മത്തിയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ മസാല ഒക്കെ പുരട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 20 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്, അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രൂപത്തിൽ നമുക്ക് കൈ വെച്ച് നല്ല രീതിക്കാനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല രീതിക്കാനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മസാല ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത കാരണം തന്നെ ആ ഒരു മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മീനൊക്കെ നല്ല മുരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു മസാലയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.